ഗുരുവായൂർ ഏകാദശി ഐതിഹ്യവും പ്രാധാന്യവും. ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസമാണ്. ഏകാദശി കഴിഞ്ഞ അടുത്ത നാളിലും ഒരു നേരം മാത്രമേ അരിഹാരം കഴിക്കാൻ പാടുള്ളൂ. അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് 2 ദിവസമോ ഒറ്റ ദിവസമോ ഒക്കെയായി ഇത് പലരും ചുരുക്കാറുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ പ്രതിഷ്ഠാദിനമാണ് വൃശ്ചികത്തിലെ വെളുത്ത ഏകാദശി നാൾ. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയതും ഈ ദിവസമാണ് എന്നാണ് വിശ്വാസം. ചന്ദ്രമാസത്തിലെ കറുത്ത പക്ഷത്തിൻ്റെയും വെളുത്ത പക്ഷത്തിലെയും 11ാമത്തെ ദിവസമാണ് ഏകാദശി. ഏകാദശിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കുന്നു. അന്ന് ഒരു നേരമാണ് അരിയാഹാരം കഴിക്കുന്നത്. ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസമാണ്. ഏകാദശി കഴിഞ്ഞ അടുത്ത നാളിലും ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് 2 ദിവസമായോ ഒറ്റ ദിവസമായോ ഒക്കെ ഇത് പലരും ചുരുക്കാറുണ്ട്. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്നത്ര സമയം ഓം നമോ നാരായണായ എന്ന് ജപിക്കുകയും നാരായണീയവും മറ്റും വായിക്കുകയും ചെയ്യുന്നു. പകൽ ഉറങ്ങാൻ പാടില്ല. അടുത്ത ദിവസം തുളസി തീർത്ഥം കുടിച്ച വ്രതം അവസാനിപ്പിക്കാം. ഏകാദശി നാളിലെ നിർമാല്യ ദർശനം അതിവിശേഷമാണ്. അഞ്ജനശിലയിൽ മഹാവിഷ്ണുവാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠ എങ്കിലും ഭക്തജനങ്ങൾ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനായാണ് കാണുന്നത്. രാവിലെ 7 മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണം ഉണ്ടാകും. ഗുരുവായൂർ അന്നും നിവേദ്യങ്ങൾ സാധാരണ പോലെയാണ്. ഏകാദശി നാളിൽ വിശേഷാൽ പ്രസാദൂട്ടുണ്ട്. ഗോതമ്പ് ചോറ്, കാളൻ, ഗോതമ്പ് പായസം എന്നിവയാണ് ഏകാദശി ഊട്ടിനുള്ള വിഭവങ്ങൾ. രാവിലത്തെ കാഴ്ചശിവേലി കഴിഞ്ഞ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പുണ്ടാകും. വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് രഥമെഴുന്നള്ളിപ്പുണ്ടാകും. താരതമ്യേന വളരെ ചെറിയൊരു സ്വർണ്ണരഥമാണിത്. രഥത്തിൻ്റെ മുന്നിൽ ചമ്മട്ടിയേകിയ കൃഷ്ണൻ്റെയും പുറകിൽ അർജുനൻ്റെയും രൂപങ്ങളുണ്ട്. രഥം ക്ഷേത്രക്കുളം വലം വെച്ചാണ് എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നത്.